അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് എന്ന് പറയുന്നത് ഭക്ഷണത്തിലൂടെയോ അല്ലെങ്കിൽ കുടിക്കുന്ന വെള്ളത്തിലൂടെയാണ് ഒരു മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് കിടക്കുന്നത്. മലിനമായിട്ടുള്ള ഭക്ഷണമോ മലിനമായിട്ടുള്ള വെള്ളമോ കുടിക്കുകയും കഴിക്കുകയും വഴി വൈറസിൻ്റെ ഒരു വലിയൊരു കൂട്ടം അകത്തേക്ക് കിടക്കും, ശരീരത്തിനകത്തേക്ക് കിടക്കും. അങ്ങനെ ആ വൈറസ് കുടലിൽ നിന്ന് ലിവറിലേക്ക് എത്തി ലിവറിൻ്റെ കോശങ്ങൾ നശിക്കാൻ തുടങ്ങും. ലിവറിൻ്റെ കോശങ്ങളെ ആക്രമിച്ച് അത് നശിപ്പിക്കുന്നു. ലിവറിൽ നീർക്കെട്ട് വരുന്നു, ലിവറിൻ്റെ കോശങ്ങൾ നശിച്ച് പൊട്ടിപ്പോകുന്നു. അങ്ങനെ അതുണ്ടാകുന്ന ലിവറിൻ്റെ കോശത്തിനകത്തുണ്ടാവുന്നതായ എൻസൈമുകൾ, ചില എൻസൈം അത് പുറത്തേക്ക് വരാൻ തുടങ്ങും. അത് രക്തത്തിലേക്ക് അലിയാൻ തുടങ്ങും. ബിലിറുബിൻ എന്ന് പറയുന്ന സാധനം രക്തത്തിലുണ്ടാവുന്നതാണ്. അതിനെ നീക്കി അതിനെ വിഷാംശം കളഞ്ഞ് മലത്തിലൂടെ പുറത്തേക്ക് തള്ളനതിന് പകരം ലിവറിൽ നീർക്കെട്ടും അതുമാതിരി കോശങ്ങൾ കേടുവരലും കാരണം അത് നടക്കില്ല. അപ്പോൾ രക്തത്തിൽ ബിലിറുബിൻ്റെ അളവ് കൂടാൻ തുടങ്ങും. പിന്നെ ഉണ്ടാകുന്ന ഒരു കോംപ്ലക്സ് ആയിട്ടുള്ളൊരു അസുഖം, കുറേ ലക്ഷണങ്ങളെ കൂട്ടി വിളിക്കുന്നതാണ് ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്നത്, അഥവാ ജോണ്ടിസ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ലക്ഷണം മാത്രമാണ്. ഹെപ്പറ്റൈറ്റിസ് എ എന്നാണ് അതിൻ്റെ വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ എന്നാണ് ശരിക്കും എൻ്റെ പേര്. അപ്പോൾ ഇതെങ്ങനെയാണ് കിട്ടുന്നത്? അതായത് ഇത് നേരത്തെ പറഞ്ഞല്ലോ, ഭക്ഷണത്തിൽ നിന്നും വെള്ളത്തിൽ നിന്നുമാണ് ഇത് പകരുന്നത്. അപ്പോൾ ശരിക്കും പാചകം ചെയ്യാത്തത് അല്ലെങ്കിൽ തിളപ്പിച്ചാറാത്തതായിട്ടുള്ള വെള്ളം കുടിക്കുക, ശരിയായിട്ടുള്ള പാചകം നല്ലവണ്ണം തിളപ്പിച്ച് പാചകം ചെയ്തിട്ടില്ലാത്ത ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ തിളപ്പിച്ച് പാചകം ചെയ്ത ഭക്ഷണം അവിടെ എടുത്തു വെച്ച് അതിലേക്ക് മലിനമായിട്ടുള്ള വെള്ളമൊഴിച്ച് അതിൽ നിന്ന്, അപ്പോൾ നമ്മൾ കുടിക്കുന്ന ജ്യൂസിലൂടെ ആവാം, തിളപ്പിച്ചാറാത്ത വെള്ളം ഉപയോഗിച്ചുണ്ടാക്കുന്ന എന്ത് സാധനവും, ജ്യൂസായാലും വേണ്ടില്ല, ഇപ്പോൾ എന്ത് തരത്തിലുള്ള സർബത്തായാലും അങ്ങനെ എന്ത് തരത്തിലുള്ള വെള്ളത്തിലൂടെ അത് പകരാം. അല്ലെങ്കിൽ ഭക്ഷണത്തിലൂടെ ആവട്ടെ, ഭക്ഷണം എന്ന് പറയുമ്പോൾ മര്യാദയ്ക്ക് പാചകം ചെയ്യാത്ത ഭക്ഷണങ്ങൾ, ഈ പാചകം ചെയ്യേണ്ട ആവശ്യമില്ലാത്ത ഭക്ഷണത്തിലൂടെ പകരാം. ഉദാഹരണത്തിന് സാലഡ്, ചമ്മന്തി, മയോണൈസ്, ഇത്തരത്തിലുള്ള സാധനങ്ങളൊന്നും അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചിട്ടുണ്ടാക്കുന്നതല്ല. അപ്പോൾ അത്തരത്തിലുള്ള സംഭാരം കുടിക്കുന്ന അത്തരത്തിലുള്ള സാധനങ്ങൾ കഴിക്കുക വഴിയും ഈ ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് നമുക്ക് പകരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ അടുത്തിടെ വെച്ചിട്ട് ഒരുപാടധികം ഹെപ്പറ്റൈറ്റിസ് എ ബാധിച്ചവർ ഇപ്പോൾ കേരളത്തിൻ്റെ എണ്ണം കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഭക്ഷണത്തിലൂടെയാണ് ഇത് പകരുന്നത്, അത് വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോൾ തിളപ്പിച്ച ആറിയ ആഹാരം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. തിളപ്പിച്ചാറിയ വെള്ളമേ കുടിക്കാനും പാടുള്ളൂ. അതുപയോഗിച്ച് എന്തും ഉണ്ടാക്കാനും പാടുള്ളൂ. കഴിവതും വീട്ടിൽ നിന്ന് തന്നെ കഴിക്കുക. കാരണം പുറത്തുനിന്ന് കഴിക്കുമ്പോൾ അവരുടെ ചുറ്റുവട്ടത്തുള്ള വൃത്തിയും കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. അവരുപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ തരം നമുക്കറിയില്ല. ചിലപ്പോൾ അവർ നല്ല വെള്ളമൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും, പക്ഷേ അവിടെ ആ സ്രോതസ്സ്, ഇപ്പോൾ ഉദാഹരണത്തിന് കിണർ, ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കേൾക്കണ്ടേ, ഏതൊരു കിണറിൽ നിന്ന് ഉപയോഗിക്കുന്ന വെള്ളം ഉപയോഗിച്ചിട്ട് ഒരു നാട്ടിൽ 1-2 വാർഡിൽ തന്നെ കുറേ ആൾക്കാർക്ക് മഞ്ഞപ്പിത്തം കിട്ടിയെന്നൊക്കെ. അതുമാതിരി കൂളറുകൾ, ഹോസ്റ്റലിൽ അതുമാതിരിയുള്ള ഓഡിറ്റോറിയങ്ങളിലുള്ള കൂളർ, അപ്പോൾ അതിലേക്ക് അണുബാധ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് വെള്ളം കുടിക്കുന്ന ആൾക്കാർക്കൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കണം. കഴിവതും ഭക്ഷണം വീട്ടിൽ നിന്ന് തന്നെയൊക്കെ അതും നല്ലോണം തിളപ്പിച്ച് ആറിയ വെള്ളമേ കുടിക്കാൻ പാടുള്ളൂ, മറ്റെന്തിനും ഉപയോഗിക്കാൻ പാടുള്ളൂ. നല്ലോണം അടുപ്പത്ത് വെച്ച് തിളപ്പിച്ച സാധനങ്ങളെ കഴിക്കാനും പാടുള്ളൂ. അപ്പോൾ ഇത് പ്രധാനമായിട്ടും പകരുന്നത് വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയാണ്. ദുർലഭം വളരെ അടുത്ത് ഇടപഴകി അവരുടെ ശരീരത്തിലെ എന്താ പറയുക, ബോഡി ഫ്ലൂയിഡ്സ് മറ്റുള്ളവരകത്തേക്ക് പോകുന്ന വഴിയും ഇത് ദുർലഭം പകരുന്നു എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഹെപ്പറ്റൈറ്റിസ് എ പകരാനുള്ളൊരു പ്രധാന വഴി, അതിന് ഏക വഴി. ഹെപ്പറ്റൈറ്റിസ് എ എന്നുള്ളത് വേറെ ചില രോഗങ്ങൾ പോലെ, വേറെ ചില മഞ്ഞപ്പിത്തം, വേറെ ചില രോഗങ്ങൾ പോലെ ഒരു ശാരീരിക ബന്ധപ്പെടലുകൊണ്ട് പകരുന്നതല്ല. ശാരീരിക ബന്ധപ്പെടലുകൊണ്ട് ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന രോഗമല്ല ഹെപ്പറ്റൈറ്റിസ് എ എന്നുള്ളത്. ഇതിൻ്റെ ലക്ഷണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കത്തിലൊരു ഭയങ്കര ക്ഷീണം, ഒരു ചെറിയൊരു പനി, വലിയ ഹെപ്പറ്റൈറ്റിസ് എക്ക് വലിയ ശക്തിയായിട്ട് പനിയൊന്നും ഉണ്ടാകാറില്ല. ഒരു ലൈറ്റായിട്ടുള്ള പനി, ഒരു 99-100 ആ രീതിയിലുള്ളൊരു പനി. അമിതമായിട്ടുള്ള ക്ഷീണം, തീരെ ഭക്ഷണത്തിന് രുചിയില്ല, ഭക്ഷണത്തിൻ്റെ മണം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണത്തെക്കുറിച്ച് ആരെങ്കിലും സംസാരിക്കുക നമ്മൾ ചിന്തിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഛർദ്ദിൽ വരിക, ഓക്കാനിക്കുക,
തീരെ ഭക്ഷണത്തിനൊരു രുചിയില്ലായ്മ വരിക, ശരീരവേദന, എല്ലാ ഏപ്പുകളിലും ചെറുതായാലും വലുതായാലും സന്ധികളിൽ വേദന വരുന്നത്, അതുമാതിരി ചെറിയൊരു തലവേദന, അമിതമായിട്ടുള്ള ക്ഷീണം, ദുർലഭം ചില ആൾക്കാർക്ക് വയറിൽ നിന്ന് ചിലപ്പോൾ ഇളകിപ്പോകാം, അതും വരാറുണ്ട്. പലരും കണ്ണിനും കുറച്ചുകൂടെ ദിവസങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണിന് മഞ്ഞ നിറം നോട്ടീസ് ചെയ്യാറുണ്ട്. മൂത്രത്തിന് കളറ് കുറച്ചും കൂടി സാധാരണ മൂത്രത്തിൻ്റെ നിറത്തേക്കാൾ കൂടുതൽ കടും നിറത്തോടു കൂടി മൂത്രം പോവുക. ഇതൊക്കെയാണ് സാധാരണ സിംറ്റംസ് ആയിട്ട് ലക്ഷണങ്ങളായിട്ട് വരുന്നത്. അതിൽ പ്രധാനമായിട്ടുള്ളത് വയറിനകത്തുള്ളൊരു അസ്വസ്ഥത, വയറിന് മുകൾ ഭാഗത്തൊരു വേദന, ഭക്ഷണം കഴിക്കാൻ തീരെ രുചിയില്ല, ഓക്കാനം, പനി, മേലുവേദന, അമിതമായ ക്ഷീണം, തലവേദന, ഇതൊക്കെയാണ് സാധാരണ ലക്ഷണങ്ങൾ കാണാറുള്ളത്. മിക്കവാറും മഞ്ഞപ്പിത്തം എ ടൈപ്പ്, ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്ന സാധനം ഒരു കിട്ടിക്കഴിഞ്ഞ് അതായത് ലക്ഷണങ്ങൾ തുടങ്ങിയൊരു 2-3 ദിവസത്തിനകം തന്നെ അതിന് മഞ്ഞ നിറം പ്രകടമായിട്ട് കാണാൻ തുടങ്ങും. അപ്പോൾ ആ മഞ്ഞ നിറം പ്രകടമായിട്ട് കാണുന്നതിന് മുമ്പ് നമ്മൾ ഈ ഹെപ്പറ്റൈറ്റിസ് എ ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ ചിലപ്പോൾ ബിലിറുബിൻ കൂടാൻ തുടങ്ങുന്നതിന് മുമ്പേ ആയിരിക്കാം. അതായത് ഇപ്പോൾ ഇന്ന് ലക്ഷണം തുടങ്ങി ഇന്നാണ് ബിലിറുബിൻ നോക്കിയാൽ ചിലപ്പോൾ കൂടി കാണുന്നില്ല. പക്ഷേ അതിനാണ് ഈ കരളിലെ കോശങ്ങൾ നശിക്കാൻ തുടങ്ങുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ കരളിലെ കോശങ്ങൾ നശിക്കുമ്പോൾ കൂടുന്നതായിട്ടുള്ള ചില സാധനങ്ങൾ ബ്ലഡിലുണ്ട്, രക്തം നോക്കിയാൽ അറിയാം. ആ ലിവർ എൻസൈംസ് എന്ന് പറയും, ആ കരളിലെ എൻസൈംസിൻ്റെ അളവ് നോക്കിയാൽ നമുക്കത് വളരെയധികം കൂടുന്നതായിട്ട്, സാധാരണ ഒരു പനി വന്നാൽ ചിലപ്പോൾ ചെറുതായിട്ടൊക്കെ കൂടാറുണ്ട്, പക്ഷെ അതിനേക്കാളൊക്കെ അമിതമായിട്ടുള്ള രീതിയിൽ തോതിലത് കൂടുന്നത് ചിലപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അത് വളരെ നേരത്തെ കൂട്ടി കണ്ടുപിടിക്കാൻ സഹായകമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളും പിന്നെ ആ മേഖലയിൽ ഇതുപോലുള്ള ലക്ഷണങ്ങളുമായിട്ട് മഞ്ഞപ്പിത്തം വന്നു എന്ന് അവിടെ നിലവിലുണ്ട് എന്ന് അറിയപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ സംശയിക്കരുത്, ഡോക്ടറെ കാണണം, രക്തം പരിശോധിക്കണം, മഞ്ഞപ്പിത്തം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് സ്ഥിരീകരിക്കും, ഉണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ നടക്കണം. അപ്പോൾ ഇതാണ് സാധാരണഗതിയിൽ വരുന്ന ലക്ഷണങ്ങൾ. ഇനി അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ളതാണ്. ഇതിന് ചെയ്യാനുള്ളത് മിക്കവാറും ആൾക്കാർക്ക് നല്ലോണം ഛർദി ഉണ്ടായിരിക്കും, ക്ഷീണമുണ്ടാവും, ഒന്നും കഴിക്കാൻ പറ്റാതെ വരും. അപ്പോൾ ശരീരത്തിലെ ജലാംശം വല്ലാണ്ട് കുറയാൻ സാധ്യതയുണ്ട്, അത് ക്ഷീണം കൂട്ടുക ചെയ്യും. അപ്പോൾ ഈ നിർജ്ജലീകരണം തടയുക എന്നുള്ളത് നിർബന്ധമാണ്. കാരണം നിർജ്ജലീകരണം എന്നുള്ളത് വൈറസ് രോഗബാധയെ കൂട്ടാൻ സഹായിക്കുന്നതാണ്. ശരീരത്തിലെ വെള്ളത്തിൻ്റെ അളവ് കുറയുമ്പോൾ വൈറസ് ബാധയുടെ രൂക്ഷത കൂടും. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ടും ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ പറ്റുന്നില്ല, ഛർദിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവേണ്ടി വരും. എന്നിട്ട് ഇഞ്ചക്ഷനായിട്ട്, അതായത് ഗ്ലൂക്കോസ് ഡ്രിപ്പായിട്ട് വെള്ളം ശരീരത്തിനകത്ത് ചെല്ലേണ്ടി വരും. പക്ഷേ ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്ന സാധനത്തിന് അത്രയും രൂക്ഷമായിട്ടുള്ളൊരു സിംറ്റംസ് വളരെ കുറച്ച് ആൾക്കാർക്ക് കാണാറുള്ളൂ. അതുകൊണ്ട് മിക്കവാറും കേസുകളിലും ഹെപ്പറ്റൈറ്റിസ് എക്ക് ഒരു ആശുപത്രിവാസം വേണ്ടി വരാറില്ല. അത് മിക്കവാറും നമുക്ക് ക്ഷീണം, കുറച്ചൊക്കെ വെള്ളം കുടിക്കാം, ഇടയ്ക്ക് ഓക്കാനമുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ നല്ലവണ്ണം ഛർദി, തീരെ ഒന്നും കഴിക്കാൻ പറ്റാത്ത ആൾക്കാർ അത് പറഞ്ഞിട്ട് വീട്ടിലിരിക്കരുത്. അത് ആശുപത്രിയിൽ പോകണം, ഡോക്ടറെ കണ്ടിട്ട് അതിൻ്റേതായിട്ടുള്ള ചികിത്സകളും വെച്ച് നോക്കണം. ഛർദി എന്നുള്ളത് ഛർദിക്കാതിരിക്കാനുള്ള മരുന്നുകൾ ഇഞ്ചക്ഷനായിട്ട് ചെയ്യുക, വയറിൽ അസ്വസ്ഥതകളും അസിഡിറ്റി കുറയ്ക്കാനുള്ള മരുന്നുകൾ ഇഞ്ചക്ഷനായിട്ട് ചെയ്യുക, വെള്ളം കുടിക്കാൻ പറ്റാതെ വരുമ്പോൾ അത് ഡ്രിപ്പായിട്ട് ഇഞ്ചക്ഷനായിട്ട് കയറ്റുക. അങ്ങനെയുള്ള പനിക്ക് കൊടുക്കുന്ന പാരസെറ്റമോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ വീട്ടിലാണെങ്കിലും അമിതമായിട്ട് ഉപയോഗിക്കരുത്. കാരണം പനിക്ക് കൊടുക്കുന്ന മരുന്ന് പാരസെറ്റമോൾ എന്ന് പറയുന്ന ലിവറിൽ ആണ് അതിൻ്റെ പ്രവർത്തനം. അപ്പോൾ ആ ലിവർ തകരാറിലായിട്ടിരിക്കുന്ന ലിവറിനെ, ആ ക്ഷീണമായിട്ടിരിക്കുന്ന ലിവറിൽ ഈ മരുന്ന് കൂടെ ചെന്ന് കഴിഞ്ഞാൽ ലിവറിൻ്റെ തകരാറ് കൂടും. അത് വല്ലാത്തൊരു കോംപ്ലിക്കേഷനിലേക്കാണ് പിന്നീട് എത്തിക്കുക. അപ്പോൾ അതുകൊണ്ട് മഞ്ഞപ്പിത്തം ബാധിച്ചിട്ടുള്ള ഒരാൾക്ക് കഴിവതും പാരസെറ്റമോളുകൾ ഒഴിവാക്കാം. അത്യാവശ്യമുണ്ട്, വളരെയധികം ബുദ്ധിമുട്ടുണ്ട്, പനി ഉണ്ടെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു 6 മണിക്കൂർ കൂടുമ്പോൾ അല്ലെങ്കിൽ 8 മണിക്കൂർ കൂടുമ്പോൾ ഒക്കെ ഒരു പാരസെറ്റമോൾ കൊടുത്താൽ മതി. ബാക്കിയുള്ളതൊക്കെ തുണി നനച്ചിട്ടിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് ചികിത്സിക്കണം. അപ്പോൾ അതാണ് നേരത്തെ പറഞ്ഞ പോലെ മിക്കവാറും ആൾക്കൊരു 60-70% അല്ലെങ്കിൽ 20% മേലുള്ള ആൾക്കാർക്ക് ആശുപത്രിവാസം വേണ്ടി വരില്ല. പക്ഷേ ബാക്കിയുള്ള ആൾക്കാർക്ക്, നല്ലോണം സിംറ്റംസ് ഉള്ള ആൾക്കാർക്ക് ആശുപത്രിവാസം ഉണ്ടാവുകയാണ് നല്ലത്. പിന്നെ ഇതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ചികിത്സകൾ തന്നെയുള്ളൂ. സപ്പോർട്ടീവ് കെയർ, അതായത് ശരിക്കും പറഞ്ഞാൽ മഞ്ഞപ്പിത്തത്തിന് ചികിത്സയുള്ളൂ.